നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നെന്നുള്ളത് നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതോ കല്യാണവും കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല, പ്രേമാണ്. ഇപ്പൊ കുടുംബിനെ കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കിക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ? കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണ എന്തൊക്കെയാ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ, എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചി പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടായിട്ടോ. നീ ഇതെവിടെ പോയിരിക്കേ? നോക്കി, ആ ഗാനഭൂഷണങ്ങൾ കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെയൊന്നുമല്ല, നല്ല ശ്രുതിയാ. മണ്ണും കട്ട. അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ എന്ന് വെച്ചാ എന്തുവാടി? ഹസ്ബൻഡ്. ആരോടും പറയരുത് ഈ പ്രേമത്തെ ജീവരഹസ്യം. ആരോടും പറയരുത് ഈ പ്രേമത്തെ ജീവരഹസ്യം. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ നിന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പരൊന്നും ഇവിടെ വേണ്ട. എടാ, എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ കോടീശ്വരനാ. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല, നിർത്താൻ എനിക്കറിയാം. ഗീതു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. പോകാൻ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കൊളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? എടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണോ ആയിക്കോ. അവളുടെ സ്വത്തടിച്ചു മാറ്റുകയോ അതിന്റെ പകുതി എനിക്ക് തരികയോ എന്ത് വേണം ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ, പാല്, ചക്കരെ എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം. അതാണ്ടാ ലേഡി സൈക്കോളജി. പിന്നെ കൂടുതൽ കൊളാവുന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ മോള് വന്നൂന്നറിഞ്ഞു, ഒന്ന് കണ്ടേച്ചു പോവാൻ വന്നതാ. മോക്ക് അങ്കിളിനോട് പിണക്കൊന്നുമില്ലല്ലോ? ഞാൻ എന്തിനാ വക്കീലങ്കിളിനോട് പിണങ്ങുന്നേ? എല്ലാം എന്റെ തലയിലെഴുത്ത്. അനുഭവിച്ചല്ലേ പറ്റൂ. ഇത് വിധിയല്ലേ മോളെ, ചതിച്ചതാ. എല്ലാരും ചേർന്ന് എന്റെ അച്ഛനെ ചതിച്ചതാ. അതുകൊണ്ട് പഠിച്ച നിയമം മുഴുവൻ പയറ്റി നോക്കിയിട്ടും എനിക്ക് അവനെ രക്ഷിക്കാനാവാതെ പോയത്. കോടതി പോലും നമ്മളെ ചതിച്ചില്ലേ മോളെ? എന്തിനാ വക്കീലെ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണേ? എല്ലാം മറന്നു വരിക. അവൾ അറിയണോടോ, അവളെല്ലാം അറിയണം. കൂടെ നിൽക്കുന്ന മുഴുവൻ ചതിയന്മാരാ. അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ കൊല്ലാനും മടിക്കില്ല. നീ ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിക്കുന്ന അപകടമാണ്. ഇവിടെ നീ നിൽക്കണ്ട, പൊയ്ക്കോ. ഇവിടെ ഇവൾക്കൊരാപത്തും വരില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? വക്കീൽ ചെന്നാട്ടെ, സമയം ഒരുപാടായി. എന്നാൽ അങ്കിള് പോയിട്ട് വരാം മക്കളെ. മോൾ ഇതൊന്നും കേട്ട് പേടിക്കണ്ട, അകത്തേക്ക് പോയിക്കോളൂ. ചെല്ല്. ആരാ ആരാ? വക്കീൽ എങ്ങോട്ടായി രാത്രിയില്? ഞാൻ ഗീതുമോളെ ഒന്ന് കാണാൻ പോയതാ. നിങ്ങളുടെ നിയമപ്രകാരം അതും തെറ്റാണോ? വക്കീലിനെ ഞാൻ നിയമം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും വക്കീൽ ഞങ്ങളോട് സഹകരിക്കുന്നതല്ല. മാടശ്ശേരി തമ്പിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് വക്കീലാണെന്ന് ഞങ്ങൾക്കറിയാം.
ഇതൊക്കെ അറിയാമെങ്കിൽ സാറല്ലേ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യ്, ജയിലിൽ കൊണ്ടുപോയി തല്ലുക, ഉരുട്ടുക, എന്ത് വെള്ളം ചെയ്തോ. അല്ലാതെ ഒരു ടോർച്ചും തെളിച്ചോണ്ട് വന്നാൽ ആരെങ്കിലും സത്യം പറയോ സാറേ? സോറി. ഞങ്ങള് പോവാ. അനിത പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ രണ്ടാളും ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടുന്ന് പുറത്തിറങ്ങുമ്പോ ഇത്തിരി സംഗീതം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെ ഒരു വേഷം കിട്ടിയത്? സത്യം പറഞ്ഞ ഞങ്ങളിവിടെ മുഴു പട്ടിണിയിലായിരുന്നു. വിശപ്പ് മൂക്കുമ്പോ എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാട്ടിയിട്ടുണ്ട്. അതൊന്നും ഇത്ര വലിയ തെറ്റാണെന്ന് അറിഞ്ഞിരുന്നില്ല. ക്ഷമിക്ക. പിന്നെ അർഹിക്കാത്തതായിട്ടും വെറുതെ ഒരുപാട് മോഹിച്ചതിനും മാപ്പ്. പടാ. പാമ്പിക്കൂടല്ല. ഭയങ്കര ഹലോ ഹലോ, എങ്ങോട്ടായി രാത്രിയില്? ഞങ്ങൾ ഒളിച്ചോടി പോവാ. പോയില്ലെങ്കിൽ എല്ലാരും കൂടി ഞങ്ങളെ തല്ലിക്കൊല്ലും. ഏയ്, നിങ്ങൾ ആരും ഒരു ചുക്കും ചെയ്യൂല. രാത്രിയും പകലും ഞങ്ങൾ ഇവിടെ കാവല് നിന്നോളാം കേട്ടോ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതൊന്നും സാരമില്ലടി, എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി. ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു. നീ കിടക്ക്. എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു. ദേ, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാ എന്റെ സങ്കടം. മതി, കിടന്നുറങ്ങ്. മാടശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണം. തമ്പിയെ ചതിച്ചതാരാന്ന് ഞങ്ങൾക്ക് അറിയണം. ആ കഥ പറയാതെ നിങ്ങൾ ഈ നാട്ടിൽ പ്രശ്നം ഒതുക്കണില്ല. എന്റെ ഭഗവതി, ദേ വരുന്നു. അവര് തമ്മിൽ കല്യാണം കഴിച്ചു തോന്നണേ. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്ന് കഥ എഴുതിക്കോ. നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോ. 22 മണിക്കൂർ ഞങ്ങളുടെ കാവലുണ്ടാവും. 22 23. അകത്തോട്ട് കേറിക്കോ, അകത്തോട്ട് കേറിക്കോ. അല്ല, ഞങ്ങളുടെ മുറി ഇതല്ല, അപ്പുറത്താ. അതെ അതെ, നിങ്ങൾ വെക്കോ. ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം. അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് എഴുതിക്കോ. ഞങ്ങൾ ചുറ്റും ഉണ്ടാവും. അത് വേണ്ട ചേട്ടാ. Close the door. Okay? അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. ഹാർമോണി ഇരിക്കെ, തബല ഇരിക്കെ, ആ ചിരട്ടത്തലേനെ അവിടെ ഇരിക്കെ. ആരും ഉറങ്ങ. അനന്തര ബഹുമതി എല്ലാം നീ ഒരുത്തനായിട്ടാ. നിങ്ങൾ ഈ പൂരപ്പറമ്പിൽ കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് കുട്ടിക്കളിയല്ല, അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. നീ ഇങ്ങനെ നനഞ്ഞ പടക്കം പോലെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഒന്ന് തീ കൊടുക്കടി ആമിട്ടെ. എന്നാ തീപ്പെട്ടി എടുത്തോണ്ട് വരട്ടെ. എന്റെ ദൈവമേ, നാട് മുഴുവൻ പാലത്തറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ നിർത്തിയിരിക്കുക. അവരിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ. ഇതിലിപ്പോ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും. അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ തന്നെ പറയാം എല്ലാരോടും, അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇനി നേരെ പറഞ്ഞാലൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അല്പം വളഞ്ഞ വഴി നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാലോ? വളഞ്ഞ വഴി എന്തെങ്കിലും അറിയോ? ഇല്ല. നീ മിണ്ടരുത്. ഈ കുട്ടിത്തേവാങ്ങളുടെ തലം മുഴുവൻ അതല്ലേ. എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, അവരെങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. എന്റെ ദൈവമേ, ആലുവ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം.
ആരാത്? ആ കഥാപ്രസംഗക്കാരെവിടെ? അത് ചോദിക്കാൻ നീ ആരടാ? നിന്റെ തന്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണേ രപ്പേ. അവനെ പിടിക്കാതെ നീ ഇങ്ങോട്ട് വരണ്ട. പിടിക്കാൻ. എങ്ങനെ കഥ ഓർന്നു? ആരുമില്ല, ഓടിക്കോ. ഇവന്മാരെവിടെ പോയി? നിക്കണോ?